ഉണ്ണി ശിവപാൽ തന്നെ ചേരുന്നുണ്ട്. തത്സമയം ശ്രീ ഉണ്ണി ശിവപാൽ, ഇവിടെ ബി ഉണ്ണികൃഷ്ണൻ ഓഫ് ആൻഡ് ടൈം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. 2016 17 മറ്റോ താങ്കൾ ആപ്പിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ താങ്കളോട് ചോദിക്കുന്നു, ഇതിൻ്റെ ഗേറ്റ്വേ സംവിധാനം എങ്ങനെയാണ്, ഇത് വലിയ എല്ലാ തിയേറ്ററുകളെയും ബന്ധിപ്പിക്കേണ്ടതാണ്, ഇതിന് സർക്കാർ ടാക്സ് വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിന് താങ്കൾക്ക് മറുപടിയില്ല. പിന്നെ താങ്കൾ ബി ഉണ്ണികൃഷ്ണൻ അത് ഒരു പാസീവായ സംസാരമായി കേട്ട് അതങ്ങ് വിട്ടു, പിന്നെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ ഉണ്ടായത്? പുള്ളി അങ്ങനെയാണോ പറഞ്ഞത്? എനിക്കറിയത്തില്ല. അങ്ങനെയാണ് പറഞ്ഞത്. അത് ബി ഉണ്ണികൃഷ്ണൻ അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, നമസ്കാരം. അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, സി, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകർ, നല്ല രീതിയിൽ നോക്കിക്കാണുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ആദ്യം ആശ്മിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ആശ്മി അത് കൃത്യമായ പോയിന്റ് എന്നിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ, ദ പോയിന്റ് 1, പുള്ളി 2015-16 എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടോ ആദ്യം ചോദിക്കാം. പുള്ളി പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. അന്ന് പുള്ളി, ഞാൻ പിന്നെ ഒരു കാര്യം ചെറിയ തിരുത്തുണ്ട്, ഞാൻ ഫെഫ്കയിലെ മെമ്പർ അല്ല കേട്ടോ. ഞാൻ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ്, ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഫിലിം ചേംബർ ആൻഡ് അമ്മ, ഇത്തരം സംഘടനകളെ ഞാൻ മെമ്പർ. ഞാൻ ഫിയാക്കിലും ഫെഫ്കയിലും മെമ്പർ അല്ല. ഓക്കെ, അപ്പോ പുള്ളി ബിസിനസ് താല്പര്യപ്രകാരം എന്നെ വിളിച്ചില്ല എന്ന് പുള്ളിക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന കോടതിയിലേക്ക് വരട്ടെ. എനിക്ക് ഏറ്റവും വിശ്വാസം കോടതിയിലാണ്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഒരു വിഷയമായിട്ട് വരുന്നതെന്നും ചോദ്യം വരാം. ഓക്കെ, അപ്പൊ ഒരാളെ ഒരു ചാൻസിൽ വെച്ച് വരുന്നതല്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഇത്രയും വർഷത്തെ എന്റെ നിയമ പോരാട്ടം. ഓക്കെ, 2015-16 ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടിക്കറ്റിംഗ് മെഷീൻ സിസ്റ്റം ജനങ്ങൾക്കും സർക്കാർക്കും പൊതുവെ സിനിമ ഗോഗറ്റേഴ്സിന് എല്ലാവർക്കും ഒരുപോലെ ഗുണമുണ്ടാകുന്ന, ഗവൺമെന്റ് 1 രൂപ പോലും ചെലവില്ലാതെ BOT അടിസ്ഥാനത്തിൽ കെൽട്രോണിന്റെ സ്ട്രാറ്റജി പാർട്ണർഷിപ്പിലൂടെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ച ഈ പ്രൊജക്ട് ഞങ്ങളായിട്ട് ഒരു ഫോൺ വിളി പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഞാൻ ലണ്ടനിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു കോള് വരികയാണ്. ഓക്കെ, അതെന്താണെന്നൊക്കെ ഞാൻ കോടതിയിൽ കൃത്യമായിട്ട് അതിന്റെ പ്രൂഫ് അടക്കം ഞാൻ കൊടുത്തോളൂ. ഓക്കെ, താങ്കളെ ബന്ധപ്പെട്ടുണ്ട് അല്ല? ബി ഉണ്ണികൃഷ്ണൻ താങ്കൾ ഇതിനായി പിന്നെയും വിളിച്ചിട്ടുണ്ട്, ഇതിന്റെ ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട്, അങ്ങനെയാണോ? ആണ്, വിളിച്ചിട്ടുണ്ട്. ഞാൻ അത് പ്രകാരം ലണ്ടനിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നു സഹോദര. ഓക്കെ, അപ്പൊ അത് പുള്ളി ഒന്ന് കോമ്പൻസേഷന് ഒന്ന് കോടതിയിലേക്ക് ചാലഞ്ച് ചെയ്യട്ടെ, മാനനഷ്ട കേസായിട്ട് വരട്ടെ. അപ്പോഴാണ് എനിക്ക് ഏറ്റവും ഗുണം. ഓക്കെ, ഈ പവർ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗം തന്നെയാണ്. അല്ല പുള്ളി പറയും ഞാൻ ഫെഫ്കയാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരു സംഘടനയുടെ ഭാഗമാണ്, ഇതൊന്നല്ല. ആ സമയത്ത് നിങ്ങൾ ഓർമ്മയുണ്ടോ അറിയില്ല, ഏരിസ് ഫ്ലെക്സ് എന്ന് പറഞ്ഞ ഒരു സിനിമാ തിയേറ്റർ തിരുവനന്തപുരത്ത്, സോഹൻ റോയ് ചേട്ടന്റെ ആ തിയേറ്ററിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടോ മാനേജ്മെന്റായി ബന്ധപ്പെട്ടോ ഒന്നും ക്ലിയർ പിക്ചർ ഇല്ല. പുള്ളി അവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് പുള്ളി ഇതിന്റെ എല്ലാ ലാക്കും കണ്ട് സിമിലർ ടിക്കറ്റ് മെഷീൻസ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വെക്കാൻ എന്നെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്ന ഉണ്ണിക്കം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കോൾ. അല്ലാന്ന് പുള്ളി പറയട്ടെ. അല്ല ഉണ്ണി ശിവപാൽ, താങ്കളുടെ ഈ ആപ്പ് അത് കോമ്പിറ്റന്റ് അല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ഈ ടെക്നിക്കൽ നോഹോ താങ്കൾക്കില്ല. താങ്കൾക്ക് എന്ത് ആധികാരികമായിട്ടാണ് താങ്കൾ പറയുന്നത്? അതിനുള്ള എന്ത് ആധികാരികമാണ് താങ്കൾക്കുള്ളത് എന്നൊക്കെ ബി ഉണ്ണികൃഷ്ണൻ രാവിലെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒന്നാമത് എന്നെ ഒരു വെറും സിനിമക്കാരനായിട്ടാണ് കണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ടച്ച് സ്ക്രീൻ കിയോസ്ക് ഞാൻ പഠിച്ച് പാസ്സാകുമ്പോൾ 96-97 മറൈൻ ഡ്രൈവിൽ വെച്ച. അന്ന് ഗൂഗിളൊന്നും ഇല്ല. ഓക്കെ, ഞാൻ എന്റെ വലിപ്പം പറയാനോ ഞാൻ എന്നെ ലാറ്റർ ചെയ്യുന്നതല്ല. ഓക്കെ, ഞാൻ എന്താ ബാക്ക്ഗ്രൗണ്ട് പോലും അറിയാതെ. ഓക്കെ, പറയേണ്ട കാര്യങ്ങൾ പറയണം. ഉണ്ണി ശിവപാൽ, ഇപ്പോ താങ്കൾക്ക് ഈ മേഖലയെ പറ്റി സാങ്കേതിക സംവിധാനം ഒന്നും അറിയാത്ത ഒരാൾ എന്ന നിലയ്ക്കാണ് ബി ഉണ്ണികൃഷ്ണൻ രാവിലെ ഇവിടെ പ്രതികരിച്ചത്. അതുകൊണ്ട് ചോദിച്ചാ. അതിൽ രണ്ട് വശമാണ്. അങ്ങനെയാണെങ്കിൽ കെൽട്രോൺ പിരിച്ചുവിടണം. എന്റെ കമ്പനി കെൽട്രോണിന്റെ സ്ട്രാറ്റജി പാർട്ണറാണ്. യുനോ, വെറുതെ ഒരു സ്ട്രാറ്റജി പാർട്ണർ ആവാൻ പറ്റുമോ? ഓക്കെ, ടെക്നിക്കലി ക്വാളിഫൈ ചെയ്ത 2 പാർട്ട് ടെൻഡർ ആണ്. 2 പാർട്ട് ടെൻഡർ എന്ന് പറഞ്ഞാൽ അത് ഓൺലൈനിലാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്, പേപ്പർ ടെൻഡർ അല്ല. അതായത് ഫിനാൻഷ്യൽ ടെൻഡറും ടെക്നിക്കൽ ടെൻഡറും ബിഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ആരാണെന്ന് ആർക്കും കാണാൻ പറ്റില്ല. ടെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രണ്ടിലും ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഒന്നിക്കൽ നമ്മുടെ സിസ്റ്റത്തിന് മൊത്തം കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് വേറെ ലക്ഷ്യവും കുഴപ്പമുണ്ട്. എന്നെ വേറെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം എന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, കോടതിയിൽ ഞാൻ ചാലഞ്ച് ചെയ്യാൻ തയ്യാറാണല്ലോ. ഇവിടെ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു, ഒരു സർക്കാർ സംവിധാനത്തിൽ നിങ്ങൾ കൊട്ടേഷൻ സമർപ്പിക്കുന്നു, അത് സർക്കാർ സംവിധാനത്തിൽ കൂടെ പരിശോധന തള്ളുന്നു, അതിന് ഞാൻ എന്ത് പഴിച്ചു എന്ന് ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ചാലോ? അത് മാത്രമല്ല പുള്ളി ചോദിക്കണ്ട. അപ്പോൾ ഉണ്ണി ഇങ്ങനെ ഒരു ആരോപണം നടത്തി, ആ ആരോപണത്തിന് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ വരട്ടെ. അത് കോടതി. കാരണം നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഈ ചാനലിൽ ഞാൻ താങ്കളും തമ്മിൽ ഒരു ഡിബേറ്റ് നടത്തിയോണ്ട് ഇതിന് ഉത്തരം കിട്ടുന്നില്ല. കോടതിയിൽ തന്നെ പ്രൂവ് ചെയ്യാനുള്ള തെളിവില്ലെങ്കിൽ ഞാൻ വരുമോ? സിനിമ ഇൻഡസ്ട്രിയിലെ മിക്കവാറും വളരെ ക്രോസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണിത്. പറയാ കഥയാണെന്നേ ഉള്ളൂ. ഓക്കെ, പുള്ളിയുടെ പവർ പൊളിറ്റിക്സ് എത്രമാത്രം പുള്ളി കളിച്ചു, പുള്ളി മാത്രമല്ല വേറെ ആൾക്കാരുണ്ട്. പക്ഷെ പുള്ളി മുന്നിൽ നിന്ന് ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞ പുള്ളി പ്രവർത്തിച്ചില്ല എന്ന് പുള്ളിക്ക് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ സിനിമാ മേഖലയിലല്ല, ഞാൻ ഈ ഭാഗത്ത് ഇന്ത്യയിലേക്ക് തന്നെ വരുന്നില്ല. പോരെ?
ഓക്കെ ഉണ്ണി ശിവപാൽ, എന്തായാലും അത് വരട്ടെ. അങ്ങനെ വെറുതെ അത് കോടതിയിലേക്ക് എത്തുമെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ആ എന്തായാലും അത് കുറച്ചാൾ കൂടി നീണ്ടു നിൽക്കും. താങ്കൾക്ക് അതിന്റെ ആധികാരിക രേഖ കൊണ്ടും താങ്കൾ